ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈദിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈദിൻ്റെ അന്നത്തെ വിശേഷങ്ങളും കുറേയധികം കാര്യങ്ങൾ ഇൻക്ലൂഡാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക, കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. റഫീക്ക പള്ളിയിൽ പോയതാണ് കേട്ടോ. സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ ഉരുളിയിൽ പാലൊക്കെ ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട് അതിൻ്റെ. അതിലേക്കായിട്ട് ഞാനൊരു 6 പാക്കറ്റ് പാലില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വലിയ അടുപ്പിലേക്ക് വെച്ചതാണ് കേട്ടോ. അതിലാണ് ഞാൻ പായസമൊക്കെ വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പാലൊക്കെ തിളച്ച് അങ്ങനത്തെ ഉരുളി, ചെമ്പിൻ്റെയൊക്കെ ഉരുളി ഒന്ന് ചൂടായി കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര കുറേ സമയം എടുക്കുമല്ലോ. പക്ഷേ എനിക്ക് ആ ഒരു അടുപ്പിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. പാലൊക്കെ പെട്ടെന്ന് തിളച്ച് വരും. പാല് തിളക്കാൻ വെച്ച ആ സമയം കൊണ്ട് നമ്മൾ പെരുന്നാളിന് രാവിലെ ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പവും കാപ്പിയും നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയ കാപ്പിയും. അപ്പോൾ അത് കുടിക്കലാണ്. വാവ് എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. അവർ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വരുള്ളൂ. അപ്പോൾ ഇതാ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ സാബുനരിയില്ലേ നമ്മളെ ചവ്വരി, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1 കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാല് തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു പാക്കറ്റ് പാലിന് നമ്മൾ ഒരു പാക്കറ്റ് പാലല്ല, ഒരു പാക്കറ്റ് പാൽ കൊണ്ട് എന്തായാലും പായസം ഉണ്ടാക്കില്ല. 1 ലിറ്റർ പാല്, അതായത് 2 പാക്കറ്റ് പാലിലേക്ക് നിങ്ങളൊരു 1/4 കപ്പ് ഒക്കെ എടുത്തോ കേട്ടോ. സാബുനരി ആ ഒരു അളവിലൊക്കെ എടുത്തോ. അത് പാലിലേക്ക് സാബുനരി ഇട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റഫീക ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സഡ് ഫ്രൂട്ട്സ് പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, പാലൊക്കെ നന്നായി തിളച്ച് നമ്മൾ സാബുനരി ഇട്ടിട്ടും പാല് മൊത്തത്തിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ, അതിങ്ങനെ ഈ പാലിൽ അത് വെന്ത് സെറ്റായിട്ട് വരണം കേട്ടോ. കുറുകിയൊന്നും വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. സൂപ്പർ പായസമായിട്ടത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തരുന്നത്. ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പഴുത്ത മധുരമുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പഴുത്ത നല്ലൊരു മാങ്ങ, ഒരു 2 ഞാൻ ഈ അളവിലേക്ക് 2 വലിയ മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ആപ്പിൾ എടുക്കുന്നുണ്ട്. പിന്നെ 1 അനാർ എടുക്കുന്നുണ്ട്. ഒരു 3 മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റുള്ള ആണ് കേട്ടോ. പായസത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇത്രയും ഫ്രൂട്ട്സ്, പൈനാപ്പിൾ അങ്ങനെ വേറെ ഉള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കണ്ട, ഈ ഒരു ഫ്രൂട്ട്സ് തന്നെ മതിയാവും. അപ്പോൾ അത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ പായസം സാബുനരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മളെ മസാലയില്ലേ, തലേ ദിവസം ഞാൻ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ, കുറച്ചധികം ഉണ്ടല്ലോ, 4 കിലോയിലേക്കുള്ള മസാല ഉണ്ട്. വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് 2 വിസിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ 2-3 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സാബുവിനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു മുക്കാലിനേക്കാൾ മുകളിലേക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വെന്ത് ഇതിങ്ങനെ കലങ്ങി പോകുന്ന രീതിയിലേക്ക് വേവിച്ചെടുക്കരുത്. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാബുനരിയില്ലേ, അതിങ്ങനെ കാണും, അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും, വൈറ്റ് കളർ വരും. ഒരു വെള്ള കളറിൽ നിന്ന് ഒരു ഗ്ലാസ് അതുപോലെയാവും. അത് പിന്നെയും ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് കലങ്ങി അതിൻ്റെ ഇല്ലാണ്ടായി പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഈ പായസത്തിൻ്റെ മിൽക്ക് മിക്സിലേക്കുള്ള മധുരം നമ്മൾ ഈ സമയത്തായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാബുനരി പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടില്ല, ടൈം എടുക്കും. അപ്പോൾ ഞാനൊരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മധുരം നോക്കിയിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ നിങ്ങളിഷ്ടമാണ്. പായസത്തിലേക്ക് അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോൾ തന്നെ അല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിലും മധുരം ഇട്ട് എടുക്കുന്നുണ്ട്. ഒരുപാടല്ല, കുറച്ച് മധുരം ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഒന്നുകൂടെ ഒന്ന്
വെന്ത് വന്നാൽ നമ്മൾ ഈ ഒരു മിക്സ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയൊന്നും കുറേ ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്ത ഏലക്കായി ഒരു ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂണെല്ലാം 1/4 ടീസ്പൂണെല്ലാം മതി കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ഇട്ടതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തോന്നിക്കുന്നത്. നിങ്ങൾ സാധാ ഏലക്കയാണ് ഒരു 1/4 ടീസ്പൂൺ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ടൊന്നും ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമുക്ക് ആ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറഞ്ഞു പോയാലും ഒട്ടും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളെ സാബുനരിക്ക നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നു. ഇതിലേക്കുള്ള മധുരമൊക്കെ ഞാൻ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇറക്കി വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നമുക്ക് ഏകദേശം നന്നായിട്ട് തണുത്ത് എന്താ പറയുക, പച്ചവെള്ളം പോലെ തണുക്കണ്ട, ഒരു ഭയങ്കര ചൂട് മാറുന്നൊരു സമയമല്ലേ, അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയം അത് ഇറക്കി വെച്ചു. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് കുറച്ച് നെയ്യിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. പെട്ടെന്ന് കഴിയും, ഒരു 10 മിനിറ്റ് നേരത്തെ പണിയുള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് നെയ്യ്, ഞാനൊരു മിൽമ നെയ്യാട്ടോ എടുക്കുന്നത്, ഇത് മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു 5 മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ ചോപ്പറിലൊന്നും ഇട്ട് വലിക്കണ്ട, ഇങ്ങനെ കുഴഞ്ഞു പോകണ്ട, ഇതുപോലെ മതി. അപ്പോൾ നമ്മൾ വഴറ്റുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തു. നിങ്ങൾ പാൽ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മിക്സൊക്കെ ഈ ഒരു മിക്സ് കറക്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 2 മിനിറ്റ് ഞാൻ 2-3 മിനിറ്റ് ഈ നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നെയ്യും പിന്നെ ഈ എന്താ പറയുക നമ്മളെ ഫ്രൂട്ട്സും ഉണ്ടല്ലോ, ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാട്ടോ. നെയ്യിൽ വഴറ്റുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ നമുക്ക് ഫ്രൂട്ട്സിന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ കുത്തി ഉടച്ച് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മളൊരു കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ എന്തായാലും ഫ്രൂട്ട്സിന് ഒരു ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്കറിയാം അതിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ ഒന്നും കൂടെ മെൽറ്റായി ഒരു കുഴഞ്ഞു വരും. ആ ഒരു രീതിയിലേക്ക് വരണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിക്കിട്ടും കേട്ടോ. ഇത് കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മൊത്തം മെൽറ്റായി ഇതുപോലെ ആവണം കേട്ടോ. ആ ഫ്രൂട്ട്സിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊത്തം ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു പരിപാടി കഴിയും. അപ്പോൾ ഇതേ ഉള്ളൂ. വേവിച്ച് കുഴഞ്ഞിങ്ങനെ പേസ്റ്റാക്കി എടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 2 മിക്സും ഫ്രൂട്ട്സ് മിക്സും മിൽക്ക് മിക്സും മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരട്ടെ, ഒരുപാട് തണുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി ഞാനിതാ കുക്കറിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ രാത്രി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നില്ല, ചിക്കൻ ദം ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 2 കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുത്തു. 4 കിലോനുണ്ട് ചിക്കൻ 2 കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുത്തു. ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇല്ലേ, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല എന്താ പറയുക, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ തവണ. അതുകൊണ്ടാണ് ഇത് നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് റെസിപ്പി കാണിക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തിയാണ്, അതുകൊണ്ടാട്ടോ കാണിക്കാണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ. അപ്പോൾ അത് വിസിലടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ബീഫ് ഒന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. ബീഫിലേക്ക് മുളക്, മഞ്ഞൾ, പിന്നെ കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സവാളയും ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ മറ്റേത് റെഡി ആകുമ്പോഴത്തേക്കും ഇതും വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ടൈമിൽ അതൊന്ന് ഒരു റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെക്കാം കേട്ടോ. മാത്രമല്ല നമുക്ക് നിസ്കാരം 8 മണിക്കാണ് ആണുങ്ങൾക്ക് പള്ളിയിൽ നിസ്കാരം. അപ്പോൾ നമുക്കും ഒരു 8-8:15 ആകുമ്പോഴത്തേക്കും നമുക്കും നിസ്കരിക്കണം. പിന്നെ അവർ വേഗം തിരിച്ചു വരൂലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഈ ഒരുക്കങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചടപടയെന്ന് തീർക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പാചകത്തിനുള്ള ടൈമും കിട്ടും. എന്നാൽ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒരേ സമയം നമുക്ക് തീർക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ ഒരുക്കി വെച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഈസി ആട്ടാ. ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്നൊക്കെ രാവിലെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നമുക്ക് പണിയെടുക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ നമ്മളെ പാലൊക്കെ ഏകദേശം തണുത്ത് വന്നപ്പോൾ നമുക്കിത് ഫ്രൂട്ട്സ് മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാബുനരി ടൈറ്റായി കുറച്ചൊന്ന് കുറുകി വന്നു,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് തിക്കായി പോകുന്നുണ്ട് ആണെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുത്തോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സാക്കി കൊടുക്കുമ്പോൾ ഇത് ഫ്രൂട്ട്സ് ഒരുപാടുണ്ട് തിക്കായി പോകുന്നു തോന്നുകയാണെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ചവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റ്, അവിടെയാണ് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ അങ്ങനെ വരുള്ളൂ. ഒരുപാട് തിക്കായ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പം പോലെ ആയിപ്പോവും. ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ ആക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നല്ലേ ഈ പായസം നമ്മൾ പെരുന്നാളിനൊക്കെ ആണെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, രാത്രിയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റ് കുറച്ച് നേരത്തെ ആക്കി വെച്ചാൽ ഈ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ ഇനി അതിലേക്കൊന്ന് വറവ് ഇട്ട് വയ്ക്കണം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് കാഷ്യൂനട്ട്, ബദാം, പിസ്ത, പിന്നെ നമ്മളെ ഉണക്കമുന്തിരി ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഈ വറവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു സ്പെഷ്യലാണ്. ഈ ഒരു വറവ് ഈ ഒരു പായസത്തിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് കിസ്മിസ് മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഉണ്ടെങ്കിൽ മസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കണേ. അപ്പോഴാണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് നമ്മളെ പായസത്തിന് കിട്ടുക. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് കുറുകലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ, ഇത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെച്ചോ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം, ഇത് മൊത്തം സെറ്റായി ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് യോജിപ്പിച്ച് ഇറങ്ങി ഒരു കിഡിലൻ ടേസ്റ്റ് ഇതിന് വരാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ലാസ്റ്റ് നമുക്കിതാ ഒരു അനാറ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പച്ചക്ക് കടിക്കൂലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ കുറച്ച് അതാ ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തെ പായസം ഉണ്ടാക്കി വെച്ചോന്ന്. ഇതൊക്കെ ഇരുന്നിട്ടില്ലേ അതിൽ സെറ്റായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതൊക്കെ എന്തായാലും ചേർത്ത് കൊടുത്താൽ കേട്ടോ, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇതാകണ്ട നമ്മുടെ പായസത്തിൻ്റെ ലുക്ക് നോക്കിയാൽ അടിപൊളിയായിട്ട്. ഞാൻ ഇതുവരെ കുടിച്ചതിലും ഉണ്ടാക്കിയതിലും എനിക്ക് നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ നിനക്ക് ടേസ്റ്റ് കൂട്ടാൻ, എല്ലാ പായസത്തിലേക്കും ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ്, പച്ച നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പായസം ഓക്കെ ആയിട്ടുണ്ട്. കിടിലൻ പായസമാണ് കേട്ടോ. ഈ പായസമൊക്കെ അല്ലേ ഞാൻ പണ്ടേ ഇങ്ങനെ വെറൈറ്റി പെരുന്നാളൊക്കെ ആകുമ്പോൾ എനിക്ക് സാധാ അങ്ങനെ ചെറുപയർ പായസം, ഗോതമ്പ് പായസം അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ ഇഷ്ടമല്ല കേട്ടോ. വെറൈറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലിട്ടിട്ട് കണ്ടുപിടിക്കും, എന്നിട്ട് അത് പരീക്ഷിച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പം ഞാൻ എന്താ പറയുക യൂട്യൂബ് ഉണ്ടായിട്ടൊന്നുമല്ല, മുന്നേ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരണം, അതുണ്ടാക്കണം, അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. അപ്പോൾ പണ്ടേ അങ്ങനെ തന്നെയാണ്, ഇപ്പം ആയിട്ടല്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ യൂട്യൂബിലേക്ക് വേണ്ടി ഒരു പുതിയ ഇത് കണ്ടെത്തുക അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പണ്ടത്തെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും കാണിച്ചു തരുന്നത്. അതാണ് നിങ്ങൾക്ക് അത്രയും സക്സസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഓരോ റെസിപ്പികളും വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചോറും കൂടെ ആക്കിയെടുത്തു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം കാണിക്കുമ്പോൾ അറിയാലോ. അപ്പോൾ നമ്മളെ ബിരിയാണി ദം ചെയ്യലും കൂടെ നടന്നു. ഇനി ചെറിയൊരു ക്ലീനിങ് എനിക്കുണ്ട് കേട്ടോ, ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനും ഒന്ന് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മൾ എല്ലാം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇതിൻ്റെ അന്ന് ഹാള് മാത്രം ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക, കിച്ചണും. അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് തുടക്കലൊന്നും അന്ന് ചെയ്യലില്ല കേട്ടോ. കാര്യം നമ്മളെ വീട്ടിലേക്ക് പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വരും, ആണുങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി, പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പോകും. പിന്നെ നമ്മൾ അതിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്ക് പണികളെല്ലാം തീർക്കാനാട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ എല്ലാ ബെഡ്റൂമും ഒന്ന് നീറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നും ഇല്ല, എല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും എല്ലാം സെറ്റായിട്ടാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഇതാ ടീപ്പോയൊക്കെ ഒന്ന് തുടച്ച്, അത് പിന്നെ എന്നും ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയ, ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച്, കൗണ്ടർ ടോപ്പ് അതൊക്കെ ഒന്ന് തുടച്ച് എടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ കട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര എൻജോയ് ചെയ്തിട്ട്, അതായത് നല്ല അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ടേസ്റ്റി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അല്ലാണ്ട് നമുക്കിത് എല്ലാം ഉണ്ടാക്കുകയും വേണം, എല്ലാം ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഫുഡും ഇതാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമുക്ക് പല ചിന്തകളായിരിക്കും. പിന്നെ നമ്മളെല്ലാം വൈകിയാൽ നമ്മളെ ഗസ്റ്റ് വരുമ്പോൾ അവരെ നമുക്ക് ഡീൽ ചെയ്യണം, എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒക്കെ നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്തിട്ട് നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് എല്ലാം നമ്മൾ കളയും കേട്ടോ. അല്ലാണ്ട്
അല്ലാണ്ട് ചിലർ പറയും കൈപ്പുണ്യാണെന്ന്. കൈപ്പുണ്യമൊന്നുമില്ല ശരിക്കും, അങ്ങനെ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ അഭിപ്രായം അതാണ്. നമ്മൾ ശ്രദ്ധിച്ച് അവരിപ്പോൾ എന്തിട്ടാലും രസം ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് അവർക്ക് അതിനെന്ത് കൊടുക്കണം, എന്ത് മസാല ഇടണം എന്നവർ അത് പരീക്ഷിച്ച് അവരുണ്ടാക്കിയിട്ട് അവർക്ക് അറിയാം. അതാണ് കാര്യം. അതവർ സമയമെടുത്തിട്ട് നല്ല അതിൽ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഓരോ റെസിപ്പിയും നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൈപ്പുണ്യത്തിലൊന്നും കാര്യമില്ല. പിന്നെ ഇതാ ഇത് റഫീഖ സുബഹി നിസ്കരിച്ച് വന്നപ്പോൾ കുറച്ച് ഫ്ലവർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിസ്കരിക്കാൻ പോയപ്പോൾ ടൗണിൽ നിസ്കരിക്കാൻ പോയി വന്നതിന് ശേഷം വീണ്ടും പോവും. അത് മൈതാനിയിൽ പോകും കേട്ടോ. നമ്മളെ കൽപ്പറ്റ അവിടെയാണ് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ഖബറടക്കിയിട്ടുള്ളത്. അപ്പോൾ റഫീഖ പള്ളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഖബറിൽ പോയിട്ട് കണ്ടിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ ടൗണിലും പോയിട്ടുണ്ടായിരുന്നു. ടൗണിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഫ്ലവർ. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡേയിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഹാളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ വെക്കുന്ന സമയത്തിൽ ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹാപ്പി ഫീലാണ് കേട്ടോ അതിങ്ങനെ കാണുന്ന സമയത്ത്. പിന്നെ നമ്മൾ ആ ദിവസത്തെ ഒന്നുകൂടെ ഇങ്ങനെ ഉഷാറാക്കി എടുക്കുന്ന പോലെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒന്നുകൂടി ആ ഒരു ത്രില്ല് കിട്ടും, ആ ഒരു ഫീല് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നലുണ്ട്. എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും കേട്ടോ, വരുന്നവർക്കും ആ ഒരു ഇത് കിട്ടും. എന്താ പറയുക, ഒരു ഡള്ള് ഫീലായിരിക്കില്ല കേട്ടോ, ഒരു പ്രസൻറ്റ് ഫീല് കിട്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ടേബിള് ഫ്ലവറെല്ലാം വെച്ച് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും കമൻറ്റിലൂടെ നിങ്ങൾ പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഒരു നല്ല സ്മെല്ലായിട്ടുള്ളൊരു സ്പ്രേ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കലാണ് കേട്ടോ ലിവിങ്ങിലും. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം ഡൈനിങ് ഏരിയയിൽ ഞാൻ നമ്മളെ പൊടിപ്പീരി ഇല്ലേ അതിൽ ഡ്രൈ ഫ്ലവർ അതിൽ കുറച്ച് എസൻഷ്യൽ ഓയിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. എന്നാൽ നമ്മൾ ഫ്രഷ്നറൊന്നും അടിക്കുന്ന പോലെ ഒരു കുത്തുന്ന ഫീല് നമുക്ക് ഇങ്ങനെ നമ്മൾ ആൾ കയറി വരുമ്പോൾ തന്നെ ഇവരിപ്പോൾ സ്പ്രേ അടിച്ചത് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. ചിലപ്പം അങ്ങനെ ഉണ്ടാവില്ല, ബാത്റൂമിലൊക്കെ ചില വീട്ടിൽ ചെന്നാൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇത് ആ ഒരു വീടിനുള്ളിലുള്ള ആ ഒരു സ്മെല്ല് പോലെ ഒരു ലൈറ്റ് ഒരു മൈൽഡ് സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കിച്ചണിലും അങ്ങനെ ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഭയങ്കര എയർ ഫ്രഷ്നറൊക്കെ ഇതാകുന്ന സമയത്ത് എനിക്ക് ശരിക്കും പെട്ടെന്ന് തലവേദന വരും. അപ്പോൾ എനിക്ക് ഈ ഒരു സ്മെല്ലൊന്നും പ്രശ്നമല്ല കേട്ടോ, ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ല്. അതിനുശേഷം ഞാനും ഒന്ന് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പോകാൻ നമുക്ക് ടൈമായി കേട്ടോ. അപ്പോൾ നമ്മളും ഒന്ന് ഒരുങ്ങി എല്ലാവരും വാവയും അതിൻ്റെ കൂടെ തന്നെ വാവയും എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ലുക്കല്ല, നമ്മൾ കുളിച്ച് മാറ്റുമല്ലേ, നിസ്കരിക്കാൻ പോകണം. പിന്നെ അന്ന് മുഴുവൻ നമ്മൾ എന്തായാലും ഇപ്പോൾ നല്ല ഭയങ്കര ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ സെർവിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെയാട്ടെ ചെയ്യൽ, കുളിച്ച് മാറ്റിയിട്ട് ഇതുപോലെ എന്നാൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കും. ഒരു ഭയങ്കര കോസ്റ്റ്ലി അല്ല, എന്നാലും ഈ ഒക്കെ രീതിയിൽ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാം ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ റെഡിമെയ്ഡ് തന്നെ എടുത്തതാണ് കേട്ടോ, സിന്ദൂറിന്ന് ഇങ്ങനെ തന്നെ എടുത്തതാണ്. പിന്നെ ഞാനിത് ഈ രീതിയിൽ തയ്പ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ക്ലോത്താണ് കേട്ടോ ഇത്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ് വന്നിട്ട് അതുപോലെ തന്നെ സ്ലീവിലും നിങ്ങൾക്ക് കാണാം പ്ലീറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ബാക്കിലും നമ്മളെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് വന്ന അതേ രീതിയിൽ ബാക്കിലും പ്ലീറ്റ് ഉണ്ട്. ഇത് ഭയങ്കര തടിയുള്ളവർക്ക് അത്ര നന്നാവില്ല കേട്ടോ, അങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. റഫീഖ വാ ഡോറക്കട്ടെ. സെൻറ്ററിൽ പറ്റാ അടിപൊളി ഭംഗിയില്ലേ? പിന്നെ ആ പ്ലീറ്റില്ലേ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സിൻ്റെ ആ പ്ലീറ്റ്, അത് നല്ല തടിയുള്ളവരാണെങ്കിൽ താഴെ കൊടുത്താൽ മതി, എന്നാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല തടിയുള്ളവർക്ക് മേലെ ചെസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് വരുമ്പോൾ നല്ല ബോറായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതാ റഫീഖ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിൻ്റെ പുറകെ തന്നെ നമ്മളും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ വീട്ടിലെ
നിഷാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉമ്മ നിന്നിട്ട് നമ്മളടുത്തുള്ള സ്ത്രീകളെല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്നിട്ട് നിസ്കരിക്കുകയാണ്. ഒരു കൂട്ടായ്മ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണ് നല്ലത്, അതെല്ലാം അറിയാം. എന്നാലും നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ അതൊരു ഒത്തൊരുമ കൂടിയാണ് കേട്ടോ. ഒരു എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു യോജിപ്പ് ഇന്നൊന്നും നമ്മളെ നാട്ടിലില്ലാത്തൊരു സംഭവമല്ലേ അത്. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിലാണെങ്കിൽ കൂടിയിട്ട് അത് വരുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടലുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇതാ റഫീഖാൻ്റെ അമ്മോൻ വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ അമ്മോന്. അപ്പം ഞാൻ പായസം കൊടുക്കട്ടെ. പായസം ആദ്യത്തെ ഗസ്റ്റുകളാട്ടോ, ആദ്യത്തെ ഗസ്റ്റുകളാ. അല്ലെങ്കിൽ അളിയാക്കെ എത്തല് സുഹൃത്താൻ്റെ തളയേക്ക അളിയാക്ക ഉപ്പ ഇവരൊക്കെ ഫസ്റ്റ് വരല്. അങ്ങനെ ഇതാ സെയ്തുക്ക പോയിട്ടാ. അത് ഉമ്മാൻ്റെ ചെറിയ ആങ്ങളെയാണേ റഫീഖാൻ്റെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇരിക്ക് പറ, എങ്ങനെയുണ്ട്? കുടിച്ച് ഇറക്കിയിട്ട് കേട്ടോ. സൂപ്പറാ? പറയ്, ആളുകൾ കേക്കട്ടെ. പറയ്, എന്നാ കൈ കൊണ്ട് കാണിച്ചാ മതി. പറയ്. ഓ ആ ഇവിടെ നോക്കെന്താണ്? എനിക്ക് റിതുവിനെ കൂട്ടിക്കൂടായിരുന്നോ? ആ ശരിയാ, ആണുങ്ങളല്ലേ പോവാല്ലേ. അപ്പോൾ അതിന് ശേഷം സുഹൃത്താൻ്റെ അളിയനാണ് കേട്ടോ, ഹംസളിയൻ വന്നിട്ടുണ്ട്. ഇത് കൽപ്പറ്റയിൽ തന്നെ ഉള്ള റഫീഖാൻ്റെ പെങ്ങളില്ലേ, പെങ്ങളെ അളിയനാണേ. ഇങ്ങോട്ടോക്ക് ഓ അതാ നന്നാ വാ 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 വാ. അതോ കുടച്ചില് ഓന് സുബൈക്കേ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അമ്മായിൻ്റെ അടുക്ക് പെരുന്നാളിന് പോകണമെന്ന് പറഞ്ഞിട്ട്, അമ്പലേരി പോകണമെന്ന് പറഞ്ഞിട്ട് സുബൈക്കേ ഒരുങ്ങുന്നുണ്ട് എന്ന് അളിയൻ പറയുണ്ടായി. ഇനിയിപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പയും ചെറിയ ആങ്ങളെയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പായസമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പായസമല്ലേ നല്ല ഇരുന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഒന്നുകൂടെ ആ ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കുള്ളവരാണ് എന്നാൽ പാർട്ടിയൊക്കെ നടത്തണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പായസം ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് തണുപ്പിച്ച് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു ഫീലും കുട്ടികൾക്ക് ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം, ഈ പായസം പിന്നെയും ചൂടാക്കിയൊന്നും എടുക്കരുത് കേട്ടോ. ഫ്രൂട്ട്സ് പായസം എല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു തണുത്ത ആ ഒരു രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങളാണ് ആദ്യത്തെ ഗസ്റ്റ് പറഞ്ഞത്. അവ പറഞ്ഞ് പിന്നെ ഞാൻ മൂത്തമാരുടെ അടുത്ത് കയറിയിട്ടില്ല, ഇവിടെ എന്തെങ്കിലും കുറച്ച് കൂടുതലുണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നതാണെന്ന്. ആ ഒരു പ്രസന്റ് ഉണ്ട് അല്ലേ. അത് ഞാൻ ഫ്ലിപ്കാർട്ടോ ആമസോണോ അത് അങ്ങനെ തോന്നുന്നു. ഇത് റഫീഖാൻ്റെ മൂത്തമ്മാൻ്റെ മോനാണ് കേട്ടോ. ഉമ്മാൻ്റെ ഏടത്തിൻ്റെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് റഫീഖാൻ്റെ ഉമ്മാൻ്റെ ഏടത്തിനെ. അപ്പോൾ ഏടത്തിൻ്റെ മൂത്ത മോനാണേ.
അപ്പോൾ നമ്മൾ പായസം കുടിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തന്നത്. അപ്പോൾ നിങ്ങളും പറയുക കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, കുട്ടികൾ നമ്മളെ മുന്നത്തെ വീട്ടിലത്തെ അപ്പുറത്തെ വീട്ടിലൊക്കെ കുട്ടികൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഒരു ഫോട്ടോ നമ്മളെ ഈദ് വൈബല്ലേ, ഫോട്ടോ സെൽഫി ഇത് ഫോട്ടോ. അപ്പോൾ റഫീഖ് പള്ളി കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ വേഗം പോയി കേട്ടോ. അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോലീസുകാരെല്ലാം ഫുഡ് കഴിക്കാൻ വരുന്ന ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന്. അപ്പോൾ ഞാനിതാ നമ്മളെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയൊക്കെ റെഡിയാക്കി നോക്കുകയാണ് കേട്ടോ. തൈര് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് തൈരും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് വിളമ്പാനുള്ള ബിരിയാണിയൊക്കെ വിളമ്പാനുള്ള ടൈമായി തുടങ്ങി കേട്ടോ. ഇതാ കുറച്ച് മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും റഫീഖ് വന്നു കേട്ടോ. പിന്നെ ആ സെക്ഷൻ റഫീഖ് ഏറ്റെടുത്തോളും. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയുക ഒരു ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാങ്ങ ജ്യൂസാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കല്യാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണിച്ച് കൊണ്ടോക്കി ഇവിടെ ഇവിടെ ഒന്ന് ചിരിച്ചോളി. പണിയിട്ടിട്ട ആൾക്കാർ കണ്ടിട്ട്. അപ്പോൾ കല്യാണിച്ച് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് പെരുന്നാളിന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കല്യാണിച്ച് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഒന്ന് വിളമ്പട്ടെ. പിന്നല്ലേ നമ്മളെ ബിരിയാണീൻ്റെ ഇതാണ് കേട്ടോ. ബിരിയാണി ദം ബിരിയാണീൻ്റെ ഇതിൽ നമ്മൾ വിളമ്പുന്നതും ബിരിയാണീനെ കുറിച്ച് A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു വയ്ക്കുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ബിരിയാണി ഉണ്ടാക്കുന്ന ആളായിട്ട് മാറാൻ വേണ്ടി പറ്റും. എനിക്കും ആദ്യമൊന്നും ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. പരീക്ഷിച്ച് ഏതൊക്കെയോ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും ഞാൻ ഇതിൻ്റെ എല്ലാ സീക്രട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ എന്തായാലും കണ്ടുപോയിക്കാം കേട്ടോ. കുറേ പേർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് റഫീഖാൻ്റെ ഫ്രണ്ട് വാസുവേട്ടനും വൈഫുമാണ് കേട്ടോ. അപ്പോൾ അവരിതാ ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിന് ശരിക്കും ഗസ്റ്റ് വരുന്നതാണ് കേട്ടോ ഇഷ്ടം. ആരെങ്കിലുമൊക്കെ വരണം, അല്ലെങ്കിൽ എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീലാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ റഫീഖിൻ്റെ സ്റ്റേഷനിലത്തെ പോലീസുകാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ എടുക്കട്ടെ. ആദ്യം വെൽക്കം ഡ്രിങ്ക് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ബിരിയാണിയൊക്കെ കൊടുക്കുക. അപ്പോൾ റഫീഖ് അത് നല്ല കലാപരമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് കൊണ്ടൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ ഗസ്റ്റ് വരുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെയാണ് ഇഷ്ടം. നമ്മൾ പെരുന്നാൾ എന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മളെ ആ ഒരു ഇത് പൂർണ്ണമാവില്ല. ശരിക്കും ഇന്ന് നമ്മൾ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ വിളമ്പി വെച്ചു. ഇനി അവർ
ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ അച്ചാറില്ലേ, ഞാൻ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ അച്ചാറാണ്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എടുത്തിട്ടേ ഇല്ല കേട്ടോ, അത് ഒട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് നമ്മൾ അച്ചാർ കൂട്ടൽ പൊതുവേ കുറവാണ്. പിന്നെ ഇവർ ഫുഡ് കഴിച്ചിട്ടുള്ള അവരെ ഒരു ജെന്യുവൻ അഭിപ്രായമല്ലേ, അത് ഞാൻ അവരെ വോയിസ് തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കേട്ട് വെക്കുക. പിന്നെ മൈക്കൊന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്തത്, അപ്പോൾ കുറച്ച് വോയിസിലിട്ടാ കേട്ടോ, ഹൈ ആക്കിയിട്ട് വോളിയം കുറച്ച് കൂട്ടി വെച്ചിട്ട് കേട്ട് നോക്ക് കേട്ടോ. കുറേ പേര് ജംഷീൻ്റെ പായസം കുടിക്കാൻ വരട്ടെ, ഫുഡ് കഴിക്കാൻ വരട്ടെ, കുറച്ച് പാർസൽ അയക്കുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പായസവും ബിരിയാണിയും എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ, നിങ്ങൾക്കും കൂടെ. ഇനി നമ്മൾ പായസം കൂടെ കൊടുക്കട്ടെ. ഓരോ സമയത്ത് പുതിയ ഐറ്റം കണ്ടെത്തുന്നുണ്ടല്ലേ? ഇതിലും പണ്ട് ഉണ്ടാക്കി നോക്കിയത് തന്നെയാ. കൊറേ മുന്നേ ഉണ്ടാക്കി നോക്കിയ. താങ്ക് യു. ആദ്യം നന്നാവൂലായിരുന്നു, പിന്നെ ഉണ്ടാക്കി ക്ലിയർ ആയതാ. ഇല്ല സാധാ ഫുഡ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ പായസം നമ്മളെ വന്ന് പെരുന്നാളിന് കഴിഞ്ഞ പെരുന്നാളെ വന്നില്ല, ഞാൻ വേറെ സാറിന് വൈഫിനെല്ലാം കൂട്ടിട്ട് വരും. ഓ ആണല്ലേ? ശരി. ശരി. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷം നമ്മളും ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു കേട്ടോ, ബിരിയാണിയൊക്കെ ഞാനും കുറേ തവണ പരീക്ഷിച്ചിട്ടാണ്, എനിക്കും ആദ്യം ഒന്നും നന്നാവലൊന്നുമില്ല, പിന്നെ ഞാനും പരീക്ഷിച്ചാണ് എനിക്കും നല്ല റിസൾട്ട് കിട്ടിയത്, ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഏട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് പായസം അവർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്, എന്നാലും കുറച്ച് പായസം കുറച്ച് ചോറ് അങ്ങനെയൊക്കെ കഴിച്ചു. വാലേക്കും സലാം. അമ്മി വോയിസ് ആട്ടോ. ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഉദയത്തിൻ്റെ ബീഫാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യലെന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇത് കിട്ടിയ ഉടനല്ലേ ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അധികം തണുപ്പാവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ആവാൻ തുടങ്ങുക ആ ടൈമിൽ എടുക്കും, കട്ട് ചെയ്യും. അപ്പോൾ ഇല്ലേ നമുക്കിങ്ങനെ ഇളകി കളിക്കുമല്ലോ, ഇങ്ങനെ വലിയ കളിക്കില്ല, നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പോൾ ഇത് കണ്ടോ, നമുക്കിങ്ങനെ കുറച്ചൊരു ഹാർഡായിട്ട് വെക്കും, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹലുവ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ബീഫ് കട്ട് ചെയ്യാനൊരു സീനേ അല്ല, ഞാനിങ്ങനെ തന്നെയാണ് എപ്പോഴും കട്ട് ചെയ്യുക. എന്നിട്ടില്ലേ കഴുകിയിട്ട് ചെറുതായിട്ട്
നമ്മൾ ആവശ്യത്തിനുള്ള ഇപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്ത് വെക്കും, സാധാ വരട്ടാനാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കും. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബോക്സിലേക്ക് ആക്കിയിട്ട് നമ്മൾ മീനെല്ലാം വെക്കുന്ന പോലെ തന്നെ എത്രയാണോ ബീഫുള്ളൂ അതിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്താലും ആ ഒരു ഫ്രഷായിട്ട് നമുക്ക് ബീഫ് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തായാലും വൈകിട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും റഫീക്കയും. ഇപ്രാവശ്യം വാവനെ കിട്ടിയില്ല കേട്ടോ. വാവ അപ്പോഴത്തേക്കും പോയില്ലേ. ആ വാവ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാം. വാവ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെറിയ പെങ്ങളെ വീട്ടിലേക്ക് പോകലില്ലേ, ബത്തേരി നായിക്കെട്ടി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ പോയിട്ട് ഇനി രാത്രി നമ്മൾ 9-10 മണിക്കാണ് തിരിച്ചെത്തൽ. പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൽപ്പറ്റയുള്ള പെങ്ങളെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കയറാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം, പിന്നെ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പെങ്ങളോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ വാവക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ കൂടെ അവരെ കൂടെ പറഞ്ഞയച്ചതാണ് കേട്ടോ. അങ്ങനെ അതാണ് വാവ നേരത്തെ പോയത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വാവനെ ഫോട്ടോയിൽ കിട്ടാതായത്. കുറേ പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ജംഷീദിന് ജസ്റ്റ് ഫോട്ടോ, ഇതിനെങ്കിലും ഫോട്ടോ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഡ്രസ്സ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്. ഇത് ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ്, എന്നാൽ സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. ഇത് കണ്ടോ, സിമ്പിളായിട്ട് ഉള്ളൊരു കളറും ഒരു ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ ഒരു കളർ കേട്ടോ, ഒരു സ്കിൻ കളർ അങ്ങനെ വരുന്നത്. ഷോളിൽ ഇതുപോലെ പർപ്പിളിൽ വരുന്ന ഒരു പെയിൻറ്റ് വർക്ക് അങ്ങനെ വരുന്നുണ്ട്. സ്ലീവിൽ ത്രെഡ് വർക്കും കുറച്ച് സീക്വൻസ് വർക്ക്, സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. 2500 സംതിങ് ആണ്. ഞാൻ സിന്ദൂർ നാട്ടം എടുത്തത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം ഡ്രസ്സ്. പിന്നെ അതിനുശേഷം നമ്മൾ തൊട്ട് മുന്നത്തെ നിഷാൻ്റെ വീടില്ലേ, അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കട്ടൻ ചായയും നെയ്യപ്പവും കഴിച്ചു. അതിനുശേഷം കൽപ്പറ്റയുള്ള നമ്മൾ സുഹൃത്താൻ്റെ വീട്ടിലില്ലേ, അവിടെ വന്ന കേട്ടോ, റഫീഖാൻ്റെ പെങ്ങളെ വീട്ടിൽ. ഇത് വീട് വരുന്നത് കൽപ്പറ്റ ബൈപ്പാസിൽ തന്നെ കേട്ടോ വീട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 8-8:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ, ഇപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ കാരണം നാളെ നമുക്ക് പോകാൻ പറ്റാം. നാളെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്ന് തന്നെ വന്നത്. ഇനിയിപ്പോൾ രാവിലെ ഇവിടുന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ നല്ല ടയേർഡാണ്. പെരുന്നാളാഘോഷവും കാര്യങ്ങളൊക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് വെറുതെ ഇരുന്നു. അതിന് ശേഷം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. വീണ്ടും ബിരിയാണിയും ഒളിയത്തിൻ്റെ ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. പെരുന്നാളിന് പിന്നെ 4 നേരം ബിരിയാണി തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഒരു സ്മൈലി, ഒരു തമ്പോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻ്റായിട്ട് കമൻ്റ് ഇടലില്ല, കമൻ്റ് ഇടാൻ മടിയാണ് എന്ന് പറയരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ മടി കാണിക്കും. അപ്പോൾ നിങ്ങളത് മറക്കാതെ ഇടണം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.